തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം 20 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. റിസ്വാൻ ഹുസൈൻ ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. റിസ്വാൻ, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? ഈ ഒരു സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്താണ്? നൈനു, തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിലെ കട്ടിനാർപട്ടി എന്ന സ്ഥലത്താണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് ഈ ഒരു വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. പടക്ക നിർമ്മാണം, അതായത് മുത്തുമാണിക്കം എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു പടക്ക നിർമ്മാണശാലയിലാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. അതേ തുടർന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത് 30 പേരോളം ആ സമയത്ത് ആ ഫാക്ടറിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് നിലവിലുള്ള വിവരം. അതുകൂടാതെ മറ്റാരെങ്കിലും ആ സമയത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളതും ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഈ 30 പേരിൽ 20 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇനിയും മരണനിരക്ക് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. ഈ മുത്തുമാണിക്യത്തിനെതിരെ ഒടുവിലായിട്ടുള്ള പുറത്തു വരുന്ന വിവരം അനുസരിച്ച് മുത്തുമാണിക്യം ഒളിവിൽ പോയിരിക്കുകയാണ്. അയാൾക്കെതിരെ ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് കളക്ടർ അതിൻ്റെ അന്വേഷണ ചുമതല നിയോഗിച്ചിട്ടുണ്ട്. കളക്ടറുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇയാളുടെ അറസ്റ്റും അതുപോലെ മറ്റ് നടപടികളുമായുള്ള ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവുക. നിലവിൽ അദ്ദേഹം മുത്തുമാണിക്കത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഇതിന് അനുമതി ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിന് അനുമതി ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നൊരു ആക്ഷേപം നാട്ടുകാരിൽ നിന്നും ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് സാധാരണ, അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കാറില്ല. 23-ാം തീയതി ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. ആ ഒരു സമയത്ത് ഇത് ലീവ് അനുവദിക്കേണ്ടതുണ്ട്. അതിന് പകരമായിട്ടാണ് ഇന്ന് പ്രത്യേകമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഒരു അപകടം ഇന്നുണ്ടാകുന്നത്. അതേ തുടർന്ന് ഒരു 10 കിലോമീറ്റർ പരിധിയിൽ ഒരു പ്രകമ്പനമുണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. മാത്രമല്ല, പ്രാദേശിക മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 10 റൂമുകളുള്ള ഒരു കെട്ടിടമാണ് ഈ സ്ഥാപനം. അതിൽ 4 റൂമുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ലഭിച്ച മൃതദേഹങ്ങൾ പലതും ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു ലഭിച്ചിരുന്നത്. അതിൽ പല ആളുകളെയും തിരിച്ചറിയാനുള്ള ഒരു ദൗത്യമാണ് ഇനി അടുത്തത് നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര പേർ നിലവിൽ മരിച്ചതായോ അല്ലെങ്കിൽ ഇനി എത്ര പേരെ രക്ഷപ്പെടുത്താനുണ്ട് എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ ഒരു കണക്കിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ആ കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിലവിൽ അവിടുത്തെ അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സ്, അതുപോലെ ശിവകാശി, അതുപോലെ തന്നെ സാത്തൂർ, വിരുദുനഗർ എന്നീ 3 ഇടങ്ങളിലുള്ള ഫയർഫോഴ്സ് സംഘം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എന്നാലും കെട്ടിടം തകർന്നതിൻ്റെ ഇടയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് പല ആളുകളുടെയും മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാപ്രവർത്തനം, കെട്ടിടത്തിലെ അവശിഷ്ടങ്ങൾ നീക്കിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഫോടനത്തിൽ 20 പേരാണ് ഇപ്പോൾ വിവരമനുസരിച്ച് 20 പേരാണ് മരിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ്. റിസ്വാൻ ഹുസൈനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.